അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ജുനിപ്പറിലുള്ള ഡിഫറെൻറ്റ് ഇൻ്റർഫേസ് ഫാമിലീസാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ ലോഗിൻ ചെയ്യുന്നുണ്ട്. റൂട്ട് Steve123 ഓക്കെ, CLI എഡിറ്റ് ഓക്കെ. അപ്പോൾ ഇൻ്റർഫേസ് ഫാമിലീസ് എന്ന് പറഞ്ഞാൽ ഇൻ്റർഫേസ് ഫാമിലീസാണ് ഒരു ഇൻ്റർഫേസ് എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഞാനിവിടെ ഒരു ഇൻ്റർഫേസിനെ ഷോ ചെയ്യുന്നുണ്ട്. ഷോ ഇൻ്റർഫേസ് GE0/ ഒരു 4 എടുക്കുന്നുണ്ട്. 4 ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം ഇതിൻ്റെ ഫാമിലി ഇഥർനെറ്റ് സ്വിച്ചിങ് എന്നാണ് കിടക്കുന്നത്. ഇഥർനെറ്റ് സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു സ്വിച്ചിങ് ഫാമിലിയാണ്. ഓക്കെ, അപ്പോൾ ഈ സ്വിച്ചിങ് ഫാമിലി യൂസ് ചെയ്യുന്നത് നമ്മൾ VLAN അതുപോലെ മാക്ക് ഇതുപോലുള്ള കാര്യങ്ങളാണ്. മാക് ലേണിംഗ് ഒക്കെയാണ് ഈ സ്വിച്ചിങ് ഫാമിലിയിൽ വർക്കാവുന്നത്. അതായത് നമ്മളൊരു L2 ഫങ്ഷൻസ്. ഓക്കെ, ഇനി നമുക്ക് ഒരു ഇൻ്റർഫേസിനെ കൂടെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. 5 ഇപ്പോൾ ഈ ഒരു ഇൻ്റർഫേസ് നോക്കിയാൽ കാണാം ഇവിടെ ഫാമിലി ഐനെറ്റ് ആണ്. ഓക്കെ, ഈ ഫാമിലി ഐനെറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു L3 ഇൻ്റർഫേസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഈ ഇൻ്റർഫേസിനകത്ത് നമുക്ക് IP അസൈൻ ചെയ്യാം. അതുപോലെ ഇപ്പോൾ റൗട്ടിങ് കാര്യങ്ങൾ, ഫയർവാൾ ഫിൽറ്റേഴ്സ് ഇവ കാര്യങ്ങളെല്ലാം നമുക്ക് അസൈൻ ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഐനെറ്റ് ഫാമിലി അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഇൻ്റർഫേസ് ഒരിക്കലും IP ട്രാഫിക് ക്യാരി ചെയ്യൂല. ഓക്കെ, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. നമുക്ക് ഒരിക്കലും ഈ ഒരു ഇഥർനെറ്റ് സ്വിച്ചിങ് ഇൻ്റർഫേസിൻ്റെ അകത്ത് IP അസൈൻ ചെയ്യാൻ പറ്റില്ല. IP അസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഫാമിലി ഐനെറ്റ് ആയിരിക്കണം. ഓക്കെ, ഈ ഐനെറ്റിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഐനെറ്റ് എന്ന് പറഞ്ഞാൽ IPv4 വേണ്ടിയിട്ടാണ്. ഐനെറ്റ് 6 എന്ന് പറഞ്ഞാൽ IPv6 വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ ഈ ഇൻ്റർഫേസിനകത്തൊരു IP അസൈൻ ചെയ്ത് നോക്കാം. അതായത് ഈ സ്വിച്ചിങ് ഫാമിലിയുള്ള ഇൻ്റർഫേസിനകത്ത് ഒരു IP അസൈൻ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെറ്റ് ഇൻ്റർഫേസ് GE0/4 ഓക്കെ, യൂണിറ്റ് 0 ഫാമിലി ഐനെറ്റ് അഡ്രസ് ഞാനൊരു IP അസൈൻ ചെയ്യുന്നുണ്ട്. 192.168.100.100 ഓക്കെ /24 കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എൻ്റർ ചെയ്ത് ജസ്റ്റ് ഒന്ന് കമ്മിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, കമ്മിറ്റ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഒരു എറർ വന്നിട്ടുണ്ട്. ഈ എറർ നോക്കിയാൽ കാണാം എഡിറ്റ് ഇൻ്റർഫേസ് GE0/0/4 യൂണിറ്റ് 0 ഫാമിലി ഇഥർനെറ്റ് സ്വിച്ചിങ് ആൻഡ് റെസ്റ്റ് ഓഫ് ദ ഫാമിലീസ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഓക്കെ, ഇതെന്താണെന്ന് വെച്ചാൽ ഈ ഇഥർനെറ്റ് സ്വിച്ചിങ് ഫാമിലിയിൽ ഒരിക്കലും നമുക്ക് IP അസൈൻ ചെയ്യാൻ പറ്റില്ല. IP അസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫാമിലി ഐനെറ്റ് ആയിരിക്കണം. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. നമുക്ക് ഈ സ്വിച്ചിങ് ഫാമിലി നമുക്ക് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കിയാൽ മാത്രമേ ഇവിടെ IP അസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് സെറ്റ് ഇൻ്റർഫേസ് GE0/4 യൂണിറ്റ് 0 ഫാമിലി ഐനെറ്റ് ആക്കിയിട്ടുണ്ട്. ശേഷം ഞാൻ ഈ സെയിം കമാൻഡിൽ തന്നെ ഇഥർനെറ്റ് സ്വിച്ചിങ് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഡിലീറ്റ് ഇഥർനെറ്റ് സ്വിച്ചിങ്. ഓക്കെ, ഫാമിലി ഇഥർനെറ്റ് സ്വിച്ചിങ് ആണ് നമുക്ക് ഡിലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഇഥർനെറ്റ് സ്വിച്ചിങ് ആയിരുന്നു GE0/0/4 അതുകൊണ്ടാണ് ഒരു IP ഈ ഇൻ്റർഫേസിൽ അസൈൻ ചെയ്തപ്പോൾ എറർ കാണിച്ചത്. സ്വിച്ചിങ് ഫാമിലി ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മളതിനെ മാറ്റിയിട്ട് ഫാമിലി ഐനെറ്റ് ആക്കി, അതായത് IPv4 അഡ്രസ്സ് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയൊന്ന് ഈ സെയിം നമ്മൾ IP അസൈൻ ചെയ്ത കമാൻഡ്. ഓക്കെ, IP അസൈൻ ചെയ്ത കമാൻഡ് ഞാൻ ഒന്നുകൂടെ കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് കമ്മിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നോക്കിയാൽ കാണാം കമ്മിറ്റ് കംപ്ലീറ്റ്. ഇനി ആ ഇൻ്റർഫേസിനെ ഞാനൊന്ന് ഷോ ചെയ്ത് കാട്ടിത്തരാം. 0/4 ഓക്കെ, സോറി 4
ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം ഈ ഇൻ്റർഫേസിനകത്ത് നമുക്കൊരു IP അസൈൻ ആയിട്ടുണ്ട്. കാരണം ഞാൻ ആ സ്വിച്ചിങ് ഫാമിലി മാറ്റി iNet ആക്കി. അതായത് IP v4 അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫാമിലി iNet എന്ന് കൊടുത്ത്. ഓക്കെ, ഇനി തിരിച്ച് 5 എന്ന് പറഞ്ഞ ഇൻ്റർഫേസ് ഞാൻ ഒന്ന് ഷോ ചെയ്ത് കാണിച്ചു തരാം. ഇതും ഫാമിലി iNet ആണ്. ഇതുവഴി നമുക്ക് ഒരിക്കലും L2 ഫങ്ഷൻസ് പോസിബിൾ അല്ല. കാരണം ഇത് L2 ഫങ്ഷൻസ് വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഇതർനെറ്റ് സ്വിച്ചിങ് എനേബിൾ ആയിരിക്കണം ഒരു ഇൻ്റർഫേസിൽ. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫാമിലീസ് യൂസ് ചെയ്യുന്നത്. അതായത് ഫാമിലി iNet എന്ന് പറഞ്ഞാൽ IPv4 അഡ്രസ്സിന് വേണ്ടിയിട്ട്, iNet 6 എന്ന് പറഞ്ഞാൽ IPv6 വേണ്ടിയിട്ട്, ഇതർനെറ്റ് സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ L2 ഫങ്ഷൻസ്, അതായത്